തുടർ ഭരണം ഇനി പറ്റൂല. സംഭവം കുറച്ചൊക്കെ നല്ല ചെയ്തിക്കണ്, കുറച്ച് ഇതുണ്ട്. പക്ഷെ UDF തരംഗ പ്രാവശ്യം ഉണ്ടാവും, അത് ഷുവറാണ്. അത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ആരാന്നില്ല. നമുക്ക് VD സതീശൻ തന്നെയാണ്. അല്ല, VD സതീശൻ ഒന്നും കൂടി സാറ് മോശമുള്ളതല്ല. എന്ത് പറയാ, 100 സീറ്റ് കിട്ടിയില്ലേ UDF-ന്? 100 സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി തല്ലപ്പോ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക തല്ലപ്പോ കിട്ടുന്ന ഉറപ്പാ? കിട്ടുന്ന ആളെ പറയുന്നത് 60 ഓർക്ക് കിട്ടൂല. എന്ത് തരംഗണ്ടാകേ? എന്ത് തരംഗണ്ടാകേ? ഒരു തരംഗവും ഇല്ല. ഒക്കെ VD സതീശന്റെ ഇങ്ങനെ കളവ് ഇങ്ങനെ വിളിച്ച് പറയാന്നല്ലാണ്ട് വേറെ ഒരു തരംഗവും ഇല്ലേ. ജനങ്ങൾക്ക് അത്രക്ക് ക്ഷേമ പെൻഷനാ കൊടുക്കണത്. ജനങ്ങൾക്ക് എന്തൊക്കെ അവിടെ കൊടുക്കണത്? 600 രൂപ 18 മാസം കൊടുക്കാൻ കഴിയാത്തവർക്ക് പിന്നെ ഇപ്പൊ 3000 കൊടുക്കുന്ന പറഞ്ഞേ അതന്നെ പച്ചക്കളവല്ലേ ഓല് പറഞ്ഞത്. കൊടുക്കാൻ കഴിയാത്തവര് പെൻഷന് കൊടുക്കാൻ കഴിയില്ല, അവർക്ക് കൊടുക്കാൻ കഴിയില്ല. ഈ സർക്കാരിന് ഏറ്റവും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആർക്ക് വാഗ്ദാനം അവര് പറയൂ, നടപ്പിലാക്കൂല. കേട്ടൂല. ആർക്കാന്നറിയാം സൗജന്യം? ഈ ആണ് പെണ്ണല്ലാത്തുണ്ടല്ലോ, അവർക്ക് സൗകര്യം കൊടുക്കും. അല്ല, പെണ്ണുങ്ങൾക്ക് സൗകര്യം കൊടുക്കുകയാണെങ്കിൽ സ്ലിപ്പായി പോകും. ഒരിക്കലും ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടാ. വേണ്ട, ആര് വന്നാലും പിണറായി ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഈ വണ്ടി പ്രസ്ഥാനത്ത് തന്നെ ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടാണ്. കാരണം ഞങ്ങൾക്ക് ദിവസം 250, 500, 1000 ഫൈൻ ഇങ്ങനെ ഞങ്ങൾ നയിക്കുന്ന പൈസ അപ്പുറം ഫൈൻ കൊടുക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ ആവശ്യമില്ല പിണറായി. അയാൾക്കൊണ്ട് വികസിപ്പിക്കാനാകൂല. വികസനമേ വേണ്ട, അയാളെ വികസനമേ വേണ്ട. പിണറായി എന്ന് പറഞ്ഞൊരു സംഭവമേ ഞങ്ങൾക്ക് വേണ്ട. തുടർഭരണം ഇവിടെ അയാൾ ഇവിടെ ഭരിക്കാത്തതല്ലേ. വികസനമൊന്നും അയാളെ കൊണ്ട് ഇനി സാധിക്കില്ല. ഉള്ള കട്ടുമുടിക്കില്ലാതെ വേറെ വികസനമൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. UDF വരട്ടെ. മുഖ്യമന്ത്രി അതിൻ്റെ രൂപത്തിൽ ആ സമയത്ത് വരും. എൻ്റെ താല്പര്യം അതങ്ങനെ തന്നെ ഉള്ളൂ. ഈ താല്പര്യം പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ എന്താ തീരുമാനിക്കും, അതിലൊരു മുഖ്യമന്ത്രി ആവുള്ളൂ. എന്നിട്ട് തീരുമാനിച്ചു.